ഡിയുടെ വരവിൽ അസ്വസ്ഥരായവർ ഇ ഡിയുടെ മുൻപിൽ പോയി സത്യഗ്രഹം ഇരിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപിയുടെ പരിഹാസം. കരുവന്നൂരിലെ ജനങ്ങളുടെ പണം തിരികെ ലഭിക്കുന്നതുവരെ പോരാടും എന്നും സുരേഷ് ഗോപി പറയുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇ ഡിയുടെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ പറ. സഹകരണ പ്രസ്ഥാനങ്ങളിലെ അധമം അത് തൂക്കിലേറ്റണം. അതങ്ങനെ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിനല്ലല്ലോ പ്രാധാന്യം, അതാരാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ കരുവന്നൂരിലെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് മാത്രമാണ് എൻ്റെ ഇടപെടൽ. അലിഷോ, ഈ തിരഞ്ഞെടുപ്പ് രംഗത്തത് സുരേഷ് ഗോപി ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിക്കുകയാണ്. നേരത്തെ ഈ നടത്തിയ പദയാത്രയെക്കുറിച്ചൊക്കെ ഈ ചോദ്യങ്ങളിലുണ്ടല്ലോ. സുരേഷ് ഗോപി കരുവന്നൂരിൽ പദയാത്ര നടത്തി വലിയൊരു വിഷയമായി അന്നേ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമവും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് രംഗം എങ്ങനെയാണ്? എത്രത്തോളം ചൂട് പിടിക്കുന്നുണ്ട്? ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഉന്നയിക്കുന്നുണ്ട്? അതായത് കരുവന്നൂർ വിഷയം കൃത്യമായി തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രധാനപ്പെട്ട യോഗങ്ങളിലെല്ലാം തന്നെ ഈ കരുവന്നൂർ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും വോട്ട് അഭ്യർത്ഥിക്കുന്നതും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും. ഇന്ന് തന്നെ സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് ഈ കരുവന്നൂരിലെ ജനങ്ങളുടെ കൂടെ തന്നെയാണ്, അവർക്ക് പണം തിരികെ ലഭ്യമാകുന്നത് വരെ തൻ്റെ ഈ ഒരു പോരാട്ടം തുടരുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഒരു മുന്നറിയിപ്പും കൂടി നൽകുന്നു. കേന്ദ്ര സർക്കാരിൽ ഈ പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ സഹകരണ മേഖലകൾക്ക് കൂച്ചുവിലങ്ങിടുന്ന രീതിയിൽ അവരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളിൽ നിന്ന് കൃത്യമായി മാറ്റി നിർത്തുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തും, അങ്ങനെ ഒരു ഉറപ്പും ആളുകൾക്ക് നൽകുന്നു. അതെല്ലാം തന്നെ കൃത്യമായി, അതായത് ഈ കരുവന്നൂർ വിഷയം കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ NDA സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും ഇതെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി V മുരളീധരൻ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ഈ പ്രത്യേകിച്ചും ഈ ഇ ഡിയുടെ ഇടപെടൽ പലപ്പോഴും ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ അത് രണ്ട് പാർട്ടികൾ തമ്മിൽ, രണ്ട് മുന്നണികൾ തമ്മിൽ ഒരു ടൈപ്പാണ് എന്നുള്ള ഒരു ആരോപണം വരെ കെ മുരളീധരൻ ഉന്നയിക്കുന്നു. കെ മുരളീധരൻ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ തൃശ്ശൂരിൽ പലപ്പോഴും ഇ ഡി വന്ന് നോട്ടീസ് നൽകുന്നു, പക്ഷേ നേതാക്കളൊന്നും തന്നെ ഹാജരാകുന്നില്ല. അതൊരു രാഷ്ട്രീയമായുള്ള ഒരു ടൈപ്പിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. പല വിധത്തിലാണ് അവിടെ ആരോപണങ്ങൾ. അതിനിടയിലാണ് കരുവന്നൂരിൽ CPM-നെതിരെ ഇ ഡിയുടെ നീക്കവും വരുന്നത്. MS ലിഷോയാണ് ആ വിവരങ്ങൾ നൽകിയത്.